നിങ്ങളിൽ അല്ല നമ്മളിൽ ദുർനടപ്പുണ്ടാകരുത്. ഇന്ന് 2025 ഡിസംബർ 17 ബുധനാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2592 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. എല്ലാ റിസൾട്ടും വന്നു. ലാഭനഷ്ടങ്ങൾ കൂട്ടിക്കിഴിച്ചു. കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റിയിൽ മാത്രം 5 വാർഡ് BJPക്ക് നഷ്ടമായി. BJP മാത്രമാണ് ഞങ്ങളുടെ വോട്ട് ശതമാനം കുറഞ്ഞു എന്ന് തുറന്ന് സമ്മതിച്ചിട്ടുള്ളൂ. ഏതായാലും കേരള രാഷ്ട്രീയവും ഇന്ത്യ മുന്നണിയിലേക്ക് വെച്ചടി നീങ്ങുകയാണ്. പാലക്കാട് പോലെ പല സ്ഥലത്തും പല പഞ്ചായത്തുകളിലും BJPയെ അകറ്റി നിർത്തുവാൻ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സഖ്യം സാധ്യമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നല്ലല്ലോ. പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് ഇതുവരെ CPM ആണ് ഭരിച്ചിരുന്നത്. പക്ഷേ ഇത്തവണ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം 7 വാർഡിൽ മത്സരിച്ചത് കോൺഗ്രസ് പാർട്ടിയുടെ കൂടെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞാണ്. ഞങ്ങളുടെ വീടിരിക്കുന്ന വാർഡ് 5 കാലാകാലങ്ങളായി CPIയുടെ വാർഡായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇന്ത്യ മുന്നണിയുടെ വാർഡായി. രാഷ്ട്രീയം പറയുന്ന ആദർശം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് മാറ്റി പറഞ്ഞ നേതാക്കന്മാർ ഇപ്പോൾ കേരളത്തിൽ 100 കണക്കിനുണ്ട്. പാലക്കാടുള്ള സരിനെ പോലെ, സന്ദീപ് വാര്യരെ പോലെ 100 പേർ. ഒരു MLA ആകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തു കൂട്ടിയ വൃത്തികേടുകൾ ധാർമ്മികമായി നോക്കിയാൽ തികഞ്ഞ തെറ്റ് തന്നെ. ഒന്നല്ല, പല സ്ത്രീകളെയും കേവലം തൻ്റെ ശരീരസുഖത്തിന് വേണ്ടി സമീപിച്ചതിന് നീതിബോധമുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന് തണലിൽ ആണെങ്കിൽ അയാൾ ചെയ്തത് കുറ്റകരവുമല്ല. ഏതായാലും ഞങ്ങളൊരു കാര്യം പറയാം. ബൈബിൾ പറയുന്നു, വ്യഭിചാരം പാപമാണ്. വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്കും ഇന്ത്യൻ ഭരണഘടനയുടെ എത്ര വലിയ പരിരക്ഷ ഉണ്ടെങ്കിലും ക്രിസ്ത്യാനിയായി ക്രിസ്തീയ സഭകളിൽ ഒരു നിമിഷം പോലും തുടരാൻ കഴിയില്ല. ഒരു പൊതുപ്രവർത്തകൻ തൻ്റെ പൊതുജീവിതത്തിൽ പാലിക്കേണ്ട ധാർമ്മിക മര്യാദകൾ ക്രിസ്ത്യാനിയാണെങ്കിലും അല്ലെങ്കിലും പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ഏതെങ്കിലും ചെറുതോ വലുതോ ആയ കുറ്റകൃത്യം ചെയ്ത് ജയിലിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളും ക്രിസ്തീയ സഭകളുടെ ഏറ്റവും ചെറിയ സ്ഥാനത്ത് പോലും ഉണ്ടാകില്ല. ക്രിസ്തീയ സഭകളും ക്രിസ്തു മതങ്ങളും തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. അതും നിങ്ങൾ തിരിച്ചറിയണം. ക്രിസ്തു മതങ്ങളിൽ നടക്കുന്ന അധാർമികത ക്രിസ്തീയ സഭകളുടെ ചുമലിൽ കെട്ടിവയ്ക്കരുത് എന്നും അപേക്ഷിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന പരിഗണന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുറത്തിറങ്ങി MLA ആയി നടക്കുന്നത്. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഇതേ ഇന്ത്യൻ ഭരണഘടന എത്ര വലിയ പരിഗണന കൊടുത്താലും ക്രിസ്തീയ സഭയിൽ ഒരു ചെറിയ ശുശ്രൂഷ പോലും ചെയ്യാൻ സഭ അനുവദിക്കില്ല. പഴയ നിയമ കാലഘട്ടത്തിലായിരുന്നു എങ്കിൽ ഈ വിവാഹിതയായ അതിജീവിത എന്ന പെണ്ണും അവളുമായി വ്യഭിചാരത്തിലേർപ്പെട്ട എത്ര പുരുഷന്മാരുണ്ടെങ്കിലും അവരും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടണം എന്നാണ് ബൈബിൾ കർശനമായി പഠിപ്പിക്കുന്നത്. ബൈബിളിൽ തെറ്റ് ചെയ്യുന്ന സ്ത്രീ അതിജീവിതയല്ല, ചാകേണ്ടവളാണ്. ആവർത്തന പുസ്തകം 22:22 ഒരു പുരുഷൻ്റെ ഭാര്യയായ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ സ്ത്രീയോടുകൂടെ ശയിച്ച പുരുഷനും സ്ത്രീയും ഇരുവരും മരണശിക്ഷ അനുഭവിക്കണം. ഇങ്ങനെ ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയണം. ഇന്നാണെങ്കിൽ നടക്കുമോ? അതുപോലെ തന്നെ വിവാഹം എന്ന വിഷയത്തെ ബൈബിൾ വളരെ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് കാണുന്നത്. ബൈബിളിലെ എബ്രായ ലേഖനം 13:4 വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നടന്നു കാണാൻ ദൈവം ആഗ്രഹിക്കുന്നതും നടക്കാൻ പാടില്ലാത്തതും എഫേസ്യ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. എഫേസ്യ ലേഖനം 5:3 മുതൽ വായിക്കാം. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രയും വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത് എന്ന് ഉപദേശിച്ചിട്ട് വാക്യം 8 പറയുന്നു, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്നാണ്. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും ബൈബിളിൻ്റെ പൊതുവായ ആശയത്തിലെ വെളിച്ചത്തിലും പറയട്ടെ, ഇപ്പോൾ വരെ അറയ്ക്കപ്പെട്ട പാപജീവിതം നയിച്ച ആർക്കും
നമ്മൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനും അതുപോലെ മതപരമായ രാഷ്ട്രീയപരമായും വലിയ പേരും പ്രശസ്തിയും ഉള്ളവരായാലും ഇല്ലാത്തവരായാലും ബൈബിൾ പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ഇരുളാണ്, ഇരുളിൻ്റെ പ്രവൃത്തികളാണ് നിങ്ങൾ ചെയ്തു വരുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കർത്താവിൻ്റെ വെളിച്ചമാകാൻ അവകാശമുണ്ട് എന്നാണ്. എഫേസ്യ ലേഖനം 5:9 കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ എന്ന് പറയുന്നത് സാധാരണക്കാരായ പാപികളോട് മാത്രമല്ല, ക്രിസ്തീയ സഭ വിശ്വാസികളോടുമാണ്. ഇനി നമുക്ക് വാക്യം 11 വരാം. അവിടെ ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത് എന്ന് പറഞ്ഞിട്ട് വാക്യം 12 പറയുന്നത് അവർ ഗൂഢമായി ചെയ്യുന്നത് പറവാൻ പോലും ലജ്ജയാകുന്നു എന്നാണ്. ഇനി ഞങ്ങളുടെ വായനക്കാരോടായി ചോദിക്കട്ടെ, നിങ്ങൾ സത്യം സമ്മതിക്കുന്നു, അവർ സമം നമ്മുടെ മുന്നിലുള്ളവർ ഗൂഢമായി ചെയ്യുന്നത് നമുക്കിന്ന് പറവാൻ പോലും ലജ്ജയാകുന്നില്ലേ എന്ന് നിങ്ങളുടെ കൂട്ടുസൗരക്ഷിപ്പ് കൊടുക്കലോ. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ 9605558181. എല്ലാവർക്കും നല്ല ശുഭദിനം നേരുന്നു. ദൈവം എല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.